നമസ്കാരം. മുൻ മന്ത്രി CPM MLAയുമായ എം മണിക്ക് ഇപ്പോഴും കലിപ്പ് തീരുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഉടുമ്പൻചോല മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാം എന്നാണ് മണി കരുതിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇക്കുറിയും ഉടുമ്പൻചോലയിൽ മത്സരിക്കാൻ നടക്കു വീണത് മുൻ ജില്ലാ സെക്രട്ടറി MLAയുമൊക്കെയായ ജയചന്ദ്രനാണ്. മണിസഖാവ് ഇതങ്ങോട്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം പല ചടങ്ങുകളിലും രോഷപ്രകടനം നടത്തുന്നുണ്ട്. നേരത്തെ രാഷ്ട്രീയ എതിരാളികളെയാണ് അദ്ദേഹം വരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് എങ്കിൽ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർക്ക് നേരെയാണ് മണിപ്രവാള സാഹിത്യവുമായി അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു പരിപാടി. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എം മണിയാകട്ടെ പ്രസംഗം പാർട്ടി ക്ലാസ് പോലെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുകൊണ്ട് ക്ഷമകെട്ട ആളുകൾ പതുക്കെ അവിടെ നിന്ന് പിരിയാൻ തുടങ്ങി. ഏതായാലും ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകനായ രമേശ് കൃഷ്ണൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഈ രമേശ് കൃഷ്ണൻ ഒരു തുണ്ടെഴുതി മണിയാശാന് നൽകി, പ്രസംഗം ഒന്ന് നിർത്തണം, സമയം പോകുന്നുവെന്ന്. ഏതായാലും ഇത് കണ്ടതോടുകൂടി മണിയാശാൻ്റെ പിടിവിട്ടു. പിന്നെ മണിയാശാൻ സ്വസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് അവിടെ ആഞ്ഞടിച്ചത്. അദ്ദേഹം സ്ഥിരമായി പറയാറുള്ള പല പ്രയോഗങ്ങളും പാർട്ടി നേതാവിനോടായതുകൊണ്ടായിരിക്കാം നടത്തിയില്ല എങ്കിൽ പോലും പ്രയോഗങ്ങൾ അത്ര മോശമായിരുന്നില്ല. താൻ ജനിക്കും മുമ്പ് ഞാൻ ഈ പണി തുടങ്ങിയതാണെന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നും മണിയാശാൻ പൊട്ടിത്തെറിച്ചു. അതായത് ഇത് DYFI നേതാവിൻ്റെയും കണ്ണുകളിൽ പോയി എന്നാണ് പറയപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ പ്രസംഗം അവസാനിപ്പിച്ച് മണിയാശാൻ സ്ഥലം വിടുകയും ചെയ്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണിയാശാൻ്റെ രോഷപ്രകടനം, അതായത് പാർട്ടി വേദികളിലും പാർട്ടി സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്ത ഒരു ചടങ്ങിലും ഇത് തന്നെ ഉണ്ടായി. മണിയാശാനും ഇടുക്കി MLA രാജയും പങ്കെടുത്ത ഒരു ചടങ്ങിൽ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്, ഫിഷ് ഫാമിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത് മന്ത്രി സജി ചെറിയാനാണ്. പക്ഷേ മന്ത്രി സജി ചെറിയാൻ എത്തിയില്ല. പകരം അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ഏതായാലും ഇത് കണ്ട് എം മണി ക്ഷുഭിതനായി. അദ്ദേഹം മൈക്കിലൂടെ തന്നെ അങ്ങ് തൻ്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഇമാതിരി പരിപാടികൾക്ക് ഇനി തന്നെ വിളിക്കരുത് എന്നുള്ളൊരു താക്കീത് കൂടി അദ്ദേഹം ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. താനും രാജയും വെറുതെ ഡീസലും അടിച്ച് ഇത്രയും ദൂരം വന്ന് മന്ത്രി പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ മന്ത്രി തിരുവനന്തപുരത്തിരുന്നു കൊണ്ട് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എന്ത് ഏർപ്പാടാണ് എന്നാണ് മണി അന്ന് പൊട്ടിത്തെറിച്ചത്. ഇതുകൂടാതെ തനിക്ക് സ്ഥാനാർത്ഥിത്വമില്ല, പകരം ജയചന്ദ്രനാണ് സീറ്റ് എന്ന് അറിഞ്ഞപ്പോൾ പലരും ചോദിച്ചത് മണിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നാണ്. അതിന് മാധ്യമങ്ങളോട് എം മണി നൽകിയ മറുപടി, എനിക്ക് കുറച്ച് പ്രമേഹത്തിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷേ അതിപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വ്യക്തിയുടെ അത്രയും ഷുഗർ ലെവൽ തനിക്കില്ല എന്നായിരുന്നു. അതായത് ജയചന്ദ്രന് സ്ഥാനാർത്ഥി നൽകിയത് മണിക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പരമാർത്ഥം. ഏതായാലും CPM സംസ്ഥാന കമ്മിറ്റി മണിയാശാൻ്റെ ഈ നിലപാടുകൾ ഇപ്പോൾ ആകെ ക്ഷുഭിതരാണ് എന്നാണ് പറയപ്പെടുന്നത്. മണിയാശാൻ സമനില തെറ്റിയ രീതിയിൽ ഇത്തരത്തിൽ പാർട്ടി വേദികളിലും ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ പങ്കെടുക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. മണിയാശാൻ പ്രായമുള്ള വ്യക്തിയാണ്, ഒരു തവണ മന്ത്രിയാക്കിയതാണ്, 2 ടൈം MLA ആയിരുന്ന ആളാണ്, 28 വർഷത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. എന്നാൽ ഒരു പക്ഷേ മന്ത്രി MLA ഒക്കെ ആയപ്പോഴായിരിക്കാം അദ്ദേഹത്തിന് ഈ അധികാരത്തിൻ്റെ ആ ഒരു സുഖം നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലും തനിക്ക് മത്സരിക്കണം എന്നുള്ള മോഹം അദ്ദേഹത്തിലുണ്ടായത് സ്വാഭാവികം മാത്രം. പക്ഷേ പാർട്ടി അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മണിയാശാൻ എന്താണ് ചെയ്യാൻ കഴിയുക? ഇമാതിരി പരസ്യ പ്രതിഷേധം നടത്തുക, പാർട്ടി നേതാക്കളെ തന്നെ ചീത്ത വിളിക്കുക, അവരെ പരസ്യമായി വിമർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മണി നിരന്തരമായി ചെയ്യുന്നതിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം രോഷാകുലരാണെന്നാണ് പറയപ്പെടുന്നത്. അവർ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ മണിക്ക് മുന്നറിയിപ്പ് നൽകും എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാരണവശാലും ഇത് വെച്ചുറപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാട്. ഇടുക്കി ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്തതിലും അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ച ആൾ തന്നെയാണ് മണിയാശാൻ. 28 വർഷത്തോളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതിനുള്ള പ്രതിഫലം ഏതായാലും MLA മന്ത്രിയുമൊക്കെ ആക്കി പാർട്ടി കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ പൊതുവേദിയിൽ വെച്ച് പാർട്ടി നേതാക്കളെയും മന്ത്രിമാരെയും എല്ലാം തന്നെ അവമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇനി അങ്ങോട്ട് സമ്മതിക്കാൻ പാർട്ടി തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. നേരത്തെ അദ്ദേഹം 1, 2, 3, 4 പ്രസംഗം നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയ സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇതുപോലെ പല സന്ദർഭങ്ങളും അദ്ദേഹം നടത്തിയ അശ്ലീല പരാമർശങ്ങളൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ തോതിലുള്ള നാണക്കേടും തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പാർട്ടിക്ക് ഒടുവിൽ ഇദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഗതികേടിലേക്ക് എത്തേണ്ടി വരുന്നതായും പലപ്പോഴും നേതാക്കൾ തന്നെ മണിയോട് സൂചിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടും മണിക്കിപ്പോഴും കലിപ്പ് തീരുന്നില്ല. എന്തായാലും തനിക്ക് സീറ്റ് തരാത്ത നേതാക്കന്മാരെ പൊതുവേദിയിൽ വെച്ച് 4 ചീത്ത പറഞ്ഞെങ്കിലും അതിൽ ആത്മസംതൃപ്തി നേടാനാണ് മണിയാശാൻ്റെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്.